ചാലക്കുടി പുഴയോരത്ത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയത് ആരെന്നറിയാമോ? മുതലക്കുഞ്ഞുങ്ങൾ. ഇന്നലെയാണ് ആകസ്മികമായി മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജിലേഷ് ചന്ദ്രനാണ് മുട്ട വിരിഞ്ഞിറങ്ങിയ മുതലക്കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. MS ലിഷോയുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ മുതലകളൊക്കെ പുഴകളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ചാലക്കുടി പുഴയിലൊക്കെ മുതലയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകവും അല്പം ഭയവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നാട്ടുകാർക്കൊക്കെ ഇത് സുപരിചിതമായൊരു കാഴ്ചയായിരിക്കും അല്ലേ ലിഷോയ്? തീർച്ചയായും നാട്ടുകാർക്കൊക്കെ അതൊരു സുപരിചിതമായ കാഴ്ചയാണ്. കാരണം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഏകദേശം ഒരു 1 മണിക്ക് ശേഷം ഒരു 4 മണി വരെയുള്ള സമയങ്ങളിൽ ചാലക്കുടി പുഴയുടെ പല ഭാഗങ്ങളിലും ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഈ മുതലകൾ കയറി കിടക്കുന്നതൊക്കെ അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങി ആ കുഞ്ഞുങ്ങളെ കാണുന്നത് അപൂർവമാണ്. കാരണം ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും ഈ കുഞ്ഞുങ്ങൾ നേരെ പുഴയിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്നാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയ ഈ ഫോട്ടോഗ്രാഫർ ജിലേഷ് ചന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. 4 or 5 കുഞ്ഞുങ്ങളാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആ മുട്ട പൊട്ടി അധികമായില്ല, മുട്ട വിരിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ മുട്ടയുടെ എല്ലാം തോടും മറ്റുമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൗതുകം നിറഞ്ഞൊരു കാര്യമാണെങ്കിലും ഒരേ സമയം ആശങ്കയും കൂടിയുള്ളൊരു കാര്യമാണ്. കാരണം ചാലക്കുടി പുഴയിൽ മുതലകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക നാട്ടുകാർക്ക് ഇല്ലാതില്ല. കാരണം ഇപ്പോൾ നിലവിൽ ചതുപ്പ് ഭാഗങ്ങൾ കാണുന്ന ചതുപ്പ് മുതല എന്ന് പറയുന്ന ആളുകളെ ആക്രമിക്കാത്ത രീതിക്കുള്ള ഒരു ഇനമാണ് അവിടെ കണ്ടത്. എങ്കിൽ പോലും ഇടയ്ക്ക് ഈ പ്രളയത്തിൻ്റെ സമയത്തെല്ലാം തന്നെ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലുള്ള മുതലയെ കണ്ടതായി അവിടെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ വനം വകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പ് മുതലയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർക്ക് ഒരു ചെറിയ ആശങ്ക ഇല്ലാതില്ല. അതേസമയം തന്നെ ഈ വളരെ ചെറിയ ഈ ഓന്തിൻ്റെ വലുപ്പമൊക്കെ ഉള്ളൂ ഈ മുതലക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അത്രത്തോളം ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്നതിനുള്ളൊരു കൗതുകവും മറ്റൊരു ഭാഗത്തുണ്ട്. എന്തായാലും നമുക്ക് ഈ ചാലക്കുടി പുഴയിൽ ഈ മുതലകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭൂരിഭാഗം സമയങ്ങളിൽ നമ്മളുടെ അവിടെ ആ ഭാഗത്തൊക്കെയുള്ള മുതിർന്ന സ്ത്രീകളൊക്കെ പുല്ലരിയാനൊക്കെ പോകുന്ന ഒരു അമ്മാമ ഈ പുല്ലരിയുമ്പോൾ തൊട്ട് പുറകിൽ മുതല ഇങ്ങനെ കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെയധികം വൈറലായിരുന്ന ആ മുത്തശ്ശിയൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുമൊക്കെയുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ ആളുകൾക്ക് അങ്ങനെ ഒരു ഭയമൊന്നും ഇല്ല നിലവിൽ ആ ഒരു മുതലകളെയൊക്കെ കാര്യത്തിൽ. കാരണം ഇതുവരേക്കും ആരെയും അങ്ങനെ ആക്രമിച്ചിട്ടോ ഒന്നുമില്ല. ആക്രമിക്കാത്ത തരത്തിലുള്ള ഇനം മുതലകളാണ് അവിടെ ഉള്ളതെന്നാണ് ഭൂരിഭാഗവും ഉള്ളതെന്നാണ് വനം വകുപ്പും പറയുന്നത്. എന്തായാലും ഈ ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു പുതുമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്.